നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നാട്ടിലില്ലാത്തൊരു വ്യക്തി ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ഏത് വാഹനം എടുക്കുന്നതായിരിക്കും നല്ലത്? അതായത് ഒരു CNG വാഹനം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഭയങ്കര മൈലേജും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അങ്ങനെ ഒരു വാഹനം എടുത്തിരുന്നത് നല്ലതാണ്. ഇനി ഇലക്ട്രിക്കൽ വാഹനം കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഫ്യൂവലൊന്നും അടിക്കേണ്ട, ചാർജ് ചെയ്യുക, യൂസ് ചെയ്യുക. ഇതാണോ ഇനി നല്ലത്? കാരണം ഏതായാലും കുറേ നാൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കുറച്ച് നാളെ നാട്ടിലുള്ളതെങ്കിൽ പോലും ഇലക്ട്രിക്കൽ വാഹനം ലാഭമാണോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് അസ്ലുക്കാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഓട്ടം കുറവാണ് ബ്രസ CNG എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഗൾഫിലാണ്, അവധിക്ക് വരുമ്പോൾ 3 മന്ത്സ് ഒള്ളി യൂസ്. കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. 100% കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളിപ്പം പുതിയൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു 1.5 വർഷത്തേക്ക് ഒരു കംപ്ലൈൻറ്റും കാണിക്കില്ല. പക്ഷേ ഈ വാഹനം വെറുതെ ഇരിക്കും തോറും ഇതിന് കംപ്ലൈൻസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓടുന്നൊരു വാഹനത്തിന് ഒരു കാരണവശാലും കംപ്ലൈൻറ്റ് വരത്തില്ല. പക്ഷേ ഓടാത്തൊരു വാഹനത്തിന് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റ്സ് കുറവുള്ള വാഹനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്ന പോലെ ടെക്നോളജി കൂടുന്ന സമയത്ത്, അതായത് ഒരു വാഹനത്തിന് ആഡ് ഓൺ ഫീച്ചേഴ്സ് കൂടുന്നതിനനുസരിച്ച് അതിന് കംപ്ലൈൻറ്റ്സ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ CNG എന്ന് പറയുമ്പോഴത്തേക്കും CNG മാത്രമല്ല, വാഹനത്തിൽ പെട്രോൾ പ്ലസ് CNG ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ CNGയുടെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂസ് ചെയ്യാതൊക്കെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ രീതിക്കെങ്കിലും തരിയോ പൊടിയോ കാര്യങ്ങളൊക്കെ ഈ CNGക്കകത്ത് വരാൻ ചാൻസസ് ഉണ്ട്. അതിൻ്റെ ഫിൽറ്റേഴ്സിന് പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനകത്തുള്ള ലൈൻസിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എലി വല്ലം കയറി ഇതിനിട്ട് പണിയാനോ വല്ലതൊക്കെ പോയി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ECM കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് CNG യൂണിറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിലില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ എപ്പോഴും ആവശ്യപ്പെടുന്നൊരു കാര്യം, പെട്രോൾ വാഹനമായിരിക്കും ഏറ്റവും സേഫ് ഇൻ ദ സെൻസ് ആ വാഹനത്തിന് പണി വളരെ കുറവായിരിക്കും. നാട്ടിൽ വരുന്ന സമയത്ത് അതിന് കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വരികയാണെങ്കിലും ഒരു ലിമിറ്റ്, അതായത് നമുക്കറിയാം ഇത്രയും മാത്രം അതിന് പണി വരുള്ളൂ, അതിൽ കൂടുതൽ പണി വരില്ല. ഈ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. പക്ഷേ ഒരു CNG വാഹനം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡീസൽ വാഹനം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ വാഹനം എടുക്കുകയാണ്. ഇലക്ട്രിക്കൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നാട്ടിലില്ലാത്ത വ്യക്തികളൊന്നും ഇലക്ട്രിക്കൽ വാഹനം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് വെറുതെ കിടന്നതിൻ്റെ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് വരും. ഡെയിലി ഓട്ടോ ഉള്ള ആൾക്കാർ പിന്നെയും ഇലക്ട്രിക്കൽ വാഹനം എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഉപയോഗിച്ച് മുതലെടുക്കാം, അല്ലെങ്കിൽ മുതലാക്കി നമുക്ക് വിടാൻ സാധിക്കും ഒരു ഇലക്ട്രിക്കൽ വാഹനം എടുക്കുകയാണെങ്കിൽ. പക്ഷേ ഉപയോഗമില്ലാതെ കിടന്നു പോയി കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വാഹനത്തിൻ്റെ അത്രയും നഷ്ടം വേറെ ഒന്നുമില്ല. പിന്നെ അതും ഈ പറഞ്ഞ പോലെ പ്രൂവൺ ഫാക്റ്റായി വരുന്നുണ്ട്. അതായത് ഇപ്പം പല സ്ഥലത്തും ഇലക്ട്രിക്കൽ ചാർജിങ് സ്റ്റേഷൻസൊക്കെ വരുന്നുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ വെറുതെ വാഹനം മേടിച്ച് വീട്ടിലിടാനാണെങ്കിൽ ഒരു കാരണവശാലും ഇലക്ട്രിക്കലും ഡീസലും വാഹനം എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പെട്രോൾ വാഹനമായിരിക്കും ഏറ്റവും നല്ലത്. LPG എടുക്കരുത്, CNG എടുക്കരുത്, പെട്രോൾ വാഹനം തന്നെയാണ് നല്ലത്. പക്ഷേ ഡെയിലി ഓട്ടോ ഉള്ള ആൾക്കാർ, ടാക്സിക്കാരൊക്കെ CNG എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം അതുപോലെ മൈലേജും കിട്ടും. വാഹനം ഡെയിലി ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്നതിൻ്റെ ഒരു പൈസയുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും.